വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, പച്ചമാങ്ങ ജ്യൂസിൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പം ഞാൻ ദാണ്ട് 2 പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാവേ. അപ്പോൾ ഞാൻ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയത്. നല്ല പച്ചയല്ലായിരുന്നു കേട്ടോ, ചെറുതായിട്ടൊന്ന് വിളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതേണ്ട ഞാൻ ഈ ഒരു പരുവത്തിൽ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ മാങ്ങ. പിന്നെ അതിനാവശ്യമായിട്ട് ഒരു അര കഷ്ണം ഇഞ്ചി, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഞ്ചി ഇഷ്ടമാണെങ്കിൽ ഇഞ്ചി ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ പുതിനയില ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഐറ്റംസ് ആയിക്കഴിഞ്ഞാൽ നമ്മളൊരു ജാർ എടുക്കുക, ജാറിലേക്ക് നമ്മുടെ മാങ്ങ ഇട്ട് കൊടുക്കുക. മാങ്ങ ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ ഇഞ്ചി കഷ്ണം ഉണ്ടല്ലോ, ഞാൻ കുനുകുനാന്നരിഞ്ഞേക്കും കേട്ടോ. അപ്പോൾ അതുകൂടെ ഞാൻ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ട കുറച്ച് പുതിനയില, അത് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്രം ഇട്ടാൽ മതി, അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകാം കേട്ടോ. പിന്നെ ഞാനൊരു 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഒരു അര ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നല്ല പുളിയുള്ള മാങ്ങയാണെങ്കിൽ പുളി അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് തണുത്ത വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ എന്താണ് നമ്മുടെ മിക്സിയുടെ ജാർ ഒന്ന് അടച്ച് വെച്ച് നന്നായിട്ട് അടിച്ചെടുത്തു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ജ്യൂസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത് അരിച്ചെടുക്കേണ്ടവർക്ക് അരിച്ചെടുക്കാം, അതല്ല അരിച്ചെടുക്കാതെ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അരിക്കുന്നില്ല കേട്ടോ, എനിക്ക് ഇങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം. പിന്നെ അതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് മാങ്ങാ കഷ്ണങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കുടിക്കുന്ന ജ്യൂസിനൊപ്പം തന്നെ ഓരോ കഷ്ണം മാങ്ങായും കടിക്കാമല്ലോ, അത് തന്നെയാണ് കേട്ടോ. അതല്ല ഇങ്ങനെ ഇത് ചെയ്തതിന് ശേഷം അരിച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടമെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യട്ടോ. അപ്പോൾ സൂപ്പർ ജ്യൂസാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.